നീ സീരിയല് പോലും കാണാൻ വരാതെ ഇവിടെ നിന്ന് എന്തെടുക്കുവാ? ഒന്നുമില്ല. നീ മോളെ, നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നിങ്ങനെ ആലോചിക്കുന്ന കാണുമ്പോ പേടിയാവുക. യഥാർത്ഥത്തിൽ വല്ല വിഷം എടുത്ത് കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്നുള്ള ആദ്യമായി എനിക്ക്. നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ. ദേ, എന്തെങ്കിലും ജോലിക്ക് പോയിട്ടാണെങ്കിൽ നിന്നെ ഞാൻ നോക്കിക്കോളാം. ചത്ത് കളയുന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വരരുത് മോളെ. അയ്യടാ, തള്ളയുടെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. ഞാൻ അങ്ങോട്ട് ചത്തൊഴിഞ്ഞ് തരുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ എന്നെ ചീറിക്കടിക്കാൻ വരുന്നു. ദേ, എന്നെ വന്ന് സമാധാനിപ്പിച്ച് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഒരാളുടെ മുന്നിലും തോറ്റു കൊടുക്കുന്നവളല്ല ഈ ശിവാനി, അതറിയാലോ. തോറ്റു കൊടുക്കുന്നവളല്ലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ഒരു വലിയ പ്ലാന് പോലും ആ നിധി പൊളിച്ചില്ലേ. ഇനി അവൾ അടങ്ങിയിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒപ്പിട്ട് കൊടുത്ത ആ ഡിവോഴ്സ് പേപ്പറുമായി അവള് നേരെ കോടതിയിലേക്ക് പോവും, അതുറപ്പാ. പ്രണവ് വിവാഹമോചനം വാങ്ങി അവന്റെ പാട്ടിന് പോവുകയും ചെയ്യും. അതൊക്കെ അമ്മയുടെ വെറും തോന്നലുകളാ. ഞാൻ ഒപ്പിട്ട് കൊടുത്ത ഡിവോഴ്സ് പേപ്പറുമായിട്ട് നിധി കോടതിയിൽ എത്തുന്നതിന് മുൻപേ ഞാനായിരിക്കും കോടതിയിലേക്ക് പോകാൻ പോകുന്നത്. അമ്മയ്ക്ക് ഈ നാട്ടിലെ നിയമങ്ങളൊന്നും അറിയില്ലേ? എല്ലാം സ്ത്രീകൾക്ക് അനുകൂലാ. ഇനി എന്താ വേണ്ടതെന്ന് പണി പഠിച്ച ഒരു വക്കീലുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കാം. എന്നിട്ട് ഞാൻ കാര്യങ്ങൾ തീരുമാനിച്ചോളാം. മോളെ,